കാമിക്കാസെ ഡ്രോൺ ഉൾപ്പെടെ 79,000 കോടി രൂപയുടെ പുതിയ ആയുധങ്ങൾ വാങ്ങാൻ പോവുകയാണ് ഇന്ത്യ. ശത്രുക്കളുടെ നെഞ്ചിടിപ്പിക്കുന്ന വമ്പൻ നീക്കമാണ് പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 2026-ൽ ഇന്ത്യ എന്തൊക്കെയോ മുന്നിൽ കാണുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഈ നീക്കത്തിന് പിന്നിൽ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെ പടയൊരുക്കം ശക്തമാക്കുന്നു എന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട്. ഇന്ത്യ യുദ്ധസന്നദ്ധമാണെന്ന് പാകിസ്ഥാനെ അറിയിക്കുന്ന ചില സൈനിക അഭ്യാസങ്ങൾ ഇന്ത്യ നടത്തിയിരുന്നു. അതിൽ എങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂർ 2-ൽ പാകിസ്ഥാനെ ആക്രമിക്കാൻ പോകുന്നതെന്ന് മുന്നറിയിപ്പ് നൽകുന്ന തരത്തിലായിരുന്നു സൈനിക അഭ്യാസങ്ങൾ നടത്തിയത്. തൃശൂൽ സൈനികാഭ്യാസത്തിന്റെ ഭാഗമായി ബ്രഹ്മശിര എന്ന പേരിൽ റാൻ ഓഫ് കച്ചിലും സർക്രിക് മേഖലയിലും പാകിസ്ഥാന് താക്കീത് നൽകിയിരുന്നു ഇന്ത്യ. കര, കടൽ, വ്യോമ മേഖലകളിലെ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുക വഴി സർക്രിക്, റാൻ ഓഫ് കച്ച് എന്നീ ഇടങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് കയറി വന്നാൽ കൈ പൊള്ളുമെന്ന മറുപടിയാണ് ഇന്ത്യ ഇതിലൂടെ നൽകിയത്. ഭാരതീയ പുരാണത്തിലുള്ള ശക്തമായ ആയുധമാണ് ബ്രഹ്മശിര അസ്ത്രം. ഈ പ്രപഞ്ചത്തെ തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ബ്രഹ്മശിര. ബ്രഹ്മാവിന്റെ 4 തലകളാണ് ബ്രഹ്മശിര അസ്ത്രത്തിന്റെ തലപ്പത്ത് എന്നാണ് വിശ്വാസം. അതിനാൽ ബ്രഹ്മാസ്ത്രത്തെക്കാൾ 4 ഇരട്ടി ശക്തി കൂടുതലാണത്രേ ബ്രഹ്മശിരയ്ക്ക്. പാകിസ്ഥാനുമുള്ള താക്കീത് തന്നെയാണ് ഈ അഭ്യാസത്തിന് ബ്രഹ്മശിര എന്ന് പേരിട്ടതിന് പിന്നിൽ. അതേസമയം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഭാരം കുറവായ എന്നാൽ കൂടുതൽ പ്രഹരശേഷിയുള്ള ആധുനിക യുദ്ധവിമാനമായ തേജസ് മാർക്ക് MK-1A പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ലാഗ് ഓഫ് ചെയ്തത് ഈയിടെയാണ്. ബലാക്കോട്ടിലെ തീവ്രവാദ കേന്ദ്രങ്ങളെ 2019-ൽ ഇന്ത്യ ആക്രമിച്ചപ്പോൾ ആകാശത്തുള്ള കടിപിടിയിൽ നിലംപൊത്തിയ പഴയ MiG-21 അല്ല ഇനി ഇന്ത്യയുടെ ആകാശ യുദ്ധത്തെ നയിക്കാൻ പോകുന്നത്. മാരകമായ മിസൈലുകളും വഹിച്ച് ചീറിപ്പോകുന്ന തേജസ് മാർക്ക് 1A-യിൽ എല്ലാ ആധുനിക സംവിധാനങ്ങളുമുണ്ട്. HALന്റെ നാസിക്കിലെ നിർമ്മാണശാലയിൽ നിന്നും എത്തിയ ഇന്ത്യയുടെ ലഘു യുദ്ധവിമാനമായ തേജസ് മാർക്ക് 1A വലിയ നാഴികക്കല്ലാണ്. കൂടാതെ ബ്രഹ്മോസ് മിസൈലാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് ഒട്ടേറെ നാശനഷ്ടങ്ങൾ വിതച്ചത്. ബ്രഹ്മോസിനെ വെല്ലുന്ന ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ വികസിപ്പിച്ചു കഴിഞ്ഞു എന്നത് വലിയ നേട്ടമാണ്. ബ്രഹ്മോസിന് പോലും മണിക്കൂറിൽ 3400 മുതൽ 3675 കിലോമീറ്റർ വരെ വേഗതയേ ഉള്ളൂ. അതിനാൽ ബ്രഹ്മോസിനെ ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്നേ വിളിക്കാനാവൂ. പക്ഷെ പ്രകാശത്തേക്കാൾ 5 ഇരട്ടിയിലധികം വേഗതയുള്ളതിനാലാണ് ഈ പുതിയ മിസൈലിനെ ഹൈപ്പർസോണിക് മിസൈൽ എന്ന് വിളിക്കുന്നത്. LDHCM ഹൈപ്പർസോണിക്കിനാകട്ടെ മണിക്കൂറിൽ 11,000 കിലോമീറ്റർ വേഗത, അതായത് ബ്രഹ്മോസിനേക്കാൾ 3 ഇരട്ടിയിലധികം വേഗതയിൽ കുതിക്കുമെന്നർത്ഥം. ബ്രഹ്മോസിനെ തന്നെ അടയാളപ്പെടുത്തുന്നതിൽ പാകിസ്ഥാൻ ചൈനയിൽ നിന്നും വാങ്ങിയ YLC-8E, YLC-2 എന്നീ റഡാർ സംവിധാനങ്ങൾ പരാജയമായിരുന്നു. അതുപോലെ ബ്രഹ്മോസിനെ അടച്ചിടാൻ HQ-9P, HQ-60FE എന്നീ ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കുമായില്ല. അപ്പോൾ പിന്നെ LDHCM ഹൈപ്പർസോണിക്കിന്റെ കാര്യം പറയണ്ടല്ലോ. ഇന്ത്യ അങ്ങനെ ആയുധ കലവറ നിറയ്ക്കുകയാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.